നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് കേരളം ഗോഡ്സ് ഓൺ കൺട്രിയൊക്കെ പോയി ഇപ്പോൾ ലൈംഗിക ഭഗീരഥങ്ങളുടെ നാടാണ്. കേരളത്തിലെ സിനിമാ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ദേശീയ തലത്തിൽ വലിയ വാർത്തയായിരിക്കുന്നു. തമിഴ് പത്രങ്ങളിലും കന്നഡ പത്രങ്ങളിലുമൊക്കെ വലിയ പ്രാധാന്യത്തോടെയാണ് ഈ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത്. കൂടുതൽ തെന്നിന്ത്യൻ നടികൾ മലയാള സിനിമാ ലൊക്കേഷനുകളിൽ തങ്ങൾ നേരിട്ട ദുരവസ്ഥകളും ദുരനുഭവങ്ങളും വിവരിക്കുകയാണ്. ഏറ്റവും ഒടുവിലിത തെന്നിന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് രാധിക ശരത് കുമാറിൻ്റെ വെളിപ്പെടുത്തൽ. ലൊക്കേഷനുകളിലുള്ള ക്യാരവാനുകളിൽ ഒളിക്യാമറയുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ രാധിക ശരത് കുമാർ നടത്തിയിരിക്കുന്നത്. തനിക്ക് നേരിട്ട അനുഭവമുണ്ട്. ക്യാരവാനിൽ രഹസ്യമായി ഒളിക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് മലയാളത്തിലെ സിനിമാ ലൊക്കേഷനുകളെക്കുറിച്ച് രാധിക ശരത് കുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ആസ്വദിക്കുന്നത് താൻ നേരിൽ കണ്ടുവെന്നാണ് രാധിക ശരത് കുമാർ പറയുന്നത്. ഇത് കണ്ട് ഭയന്നുപോയ താൻ കാരവനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിൽ വെച്ചാണ് പിന്നീട് വസ്ത്രം മാറിയത്. കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളിലായി പുരുഷന്മാർ സൂക്ഷിക്കുന്നു. ഓരോ നടിമാരുടെയും പേരിൽ പ്രത്യേകം ഫോൾഡറുകളുണ്ട്. സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നു. താൻ നേരിൽ കണ്ടുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ. ഏഷ്യാനെറ്റാണ് ഇത് സംബന്ധിച്ച ഞെട്ടിക്കുന്ന അഭിമുഖം സംപ്രേഷണം ചെയ്തിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നമസ്തേ കേരളത്തിലായിരുന്നു രാധികയുടെ വെളിപ്പെടുത്തൽ. ആരോപണ വിധേയനായ ദിലീപിനൊപ്പം എന്തിന് സിനിമയിൽ അഭിനയിച്ചു എന്ന ചോദ്യത്തിന് രാഷ്ട്രീയക്കാരിൽ ഇത്തരക്കാരില്ലേ എന്നായിരുന്നു രാധിക തിരികെ ചോദിച്ചത്. ഇനി എത്ര സാക്ഷ്യങ്ങൾ വേണം സർക്കാരിന് നടപടിയെടുക്കാൻ എന്ന WCCയുടെ ചോദ്യം. WCC അംഗം ദീദി ദാമോദരനാണ് സർക്കാരിനെതിരെ ഇപ്പോൾ രൂക്ഷമായ ചോദ്യങ്ങൾ എറിയുന്നത്. കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്ന രാധിക ശരത് കുമാറിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അവർ. വളരെ സീനിയറായിട്ടുള്ള നടിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഈ സാക്ഷ്യങ്ങളൊക്കെ സർക്കാരിൻ്റെ കയ്യിൽ 4.5 വർഷം മുൻപ് കിട്ടിയിട്ടും കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇനി എത്ര സാക്ഷ്യങ്ങൾ വേണ്ടിവരും ഉണർന്നു പ്രവർത്തിക്കാൻ? റിപ്പോർട്ട് പുറത്തു വരാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. എന്നിട്ടും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല. സിനിമാ സെറ്റിലെ കാരവനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുന്നു എന്ന രാധിക ശരത് കുമാറിൻ്റെ വെളിപ്പെടുത്തലിനോട് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് രാധിക ഇത്ര കാലമായി ഇക്കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നത്? അവരുടെ നിശബ്ദത ക്രൈമിന് വളം വെച്ച് കൊടുക്കുകയല്ലേ ചെയ്തത്? രാധിക ശരത് കുമാർ എന്നൊരു വ്യക്തി ചെന്നൈ നഗരത്തിൽ ഏറ്റവും സ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും സിനിമാ മേഖലയിൽ വളരെ സ്വാധീനമുള്ളയാൾ. തനിക്കല്ല വേറെ ഏതോ സ്ത്രീകൾക്ക് നേരെ ഇത്തരം ക്രൈം നടക്കുന്നുണ്ടെങ്കിൽ അവരും ഇതുപോലെ കാര്യങ്ങൾ പൂഴ്ത്തിവെച്ചു എന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത്? മലയാള സിനിമാ ലൊക്കേഷനുകളിലെ കാരവനുകളിൽ നടക്കുന്നത് സെക്സാണ് എന്ന് ഇക്കഴിഞ്ഞ ദിവസം ഷക്കീല തുറന്നടിച്ചിരുന്നു. നിരവധി ആരോപണങ്ങളാണ് കാരവൻ സംബന്ധിയായി പുറത്തു വരുന്നത്. നായക നടന്മാർ കാരവനുമായി ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളെയോ നടികളെയോ ഒക്കെ അതിലേക്ക് വിളിച്ചു കയറ്റും. പിന്നീട് അവിടെ നടക്കുന്നത് രതി തന്നെയാണ് എന്ന് സിനിമാ ലൊക്കേഷനുകളിൽ ഇപ്പോൾ അടക്കം പറച്ചിലുകളുണ്ട്. മദ്യവും മയക്കുമരുന്നുമൊക്കെ യഥേഷ്ടം ഉപയോഗിക്കാൻ കാരവൻ്റെ മറ ഉപയോഗിക്കുന്നു. മലയാള സിനിമാ പ്രേക്ഷകർ അത്ര പെട്ടെന്ന് മറക്കില്ല വൈശാലി, ഞാൻ ഗന്ധർവൻ തുടങ്ങിയ സിനിമകളിലെ നായിക. ഒരു കാലത്ത് മലയാള യുവ മനസ്സുകളിൽ ഇടം നേടിയ നായികയാണ് സുവർണ. ഇപ്പോഴിതാ സുവർണ പോലും കേരളത്തിലെ ദുരനുഭവം തുറന്നു പറയുകയാണ്. 2 സിനിമകൾ അതോടെ മലയാളത്തിലുള്ള അഭിനയം നിർത്തിയെന്ന് അവർ തുറന്നു പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമായതുകൊണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുകളില്ല. പീഡനക്കേസിൽ പ്രതിയായ മുകേഷ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പണ്ട് താൻ അനുഭവിച്ച ദുരവസ്ഥ അവർ വിവരിച്ചത്. മലയാളത്തിൽ താൻ കുറച്ച് സിനിമകളെ അഭിനയിച്ചിട്ടുള്ളൂ. പ്രയാസമുള്ള അനുഭവങ്ങൾ തനിക്കുണ്ടായി. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് മടങ്ങിയത്. സമ്മർദ്ദങ്ങൾക്ക് നിന്നുകൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് സിനിമ വിടേണ്ടി വന്നത്. കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള പ്രവണതകൾ നേരത്തെ തന്നെ സിനിമയിലുണ്ട്. ഉപദ്രവിച്ചവരുടെ പേര് വിവരങ്ങൾ പുറത്തു പറയാൻ നടിമാർ കാണിച്ച ധൈര്യത്തെ താൻ അഭിനന്ദിക്കുന്നുവെന്നാണ് സുവർണ പറയുന്നത്. സുവർണ, രാധിക ശരത് കുമാർ തുടങ്ങിയ പ്രമുഖ നടികളൊക്കെ കേരളത്തിൽ സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നു. പൃഥ്വിരാജും മോഹൻലാലുമൊക്കെയുള്ള ബ്രോഡാഡി എന്ന സിനിമാ ലൊക്കേഷൻ, അവിടെ സംഭവിച്ചത് അതിക്രൂരമായ ബലാത്സംഗമാണ് എന്നിരുവരും തിരിച്ചറിഞ്ഞില്ല എന്നാണിപ്പോൾ പൃഥ്വിരാജ് പറയുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് താൻ അറിയുന്നത്
ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പറയുമ്പോഴാണ് 2023 ഒക്ടോബറിൽ എമ്പുരാൻ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് അതുവരെ ഈ സംഭവമോ പരാതിയോ താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. ഇക്കാര്യം അറിഞ്ഞ അന്ന് തന്നെ ഇയാളെ ഷൂട്ടിങ്ങിൽ നിന്ന് മാറ്റി നിർത്തി പോലീസിന് മുന്നിൽ ഹാജരാകാനും നിയമപരമായ നടപടികൾക്ക് വിധേയനാകാനും താൻ നിർദ്ദേശിച്ചുവെന്നാണ് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ വിശദീകരണം. 2021 ഓഗസ്റ്റ് 8 ഹൈദരാബാദിൽ സിനിമയുടെ ഷൂട്ടിംഗ് സമയം. വിവാഹ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് അവിടെ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെടുന്നു. അവർ പറഞ്ഞതനുസരിച്ച് ഒരു യുവതി സിനിമയുടെ ലൊക്കേഷനിലെത്തി യുവതിയോട് വീണ്ടും സിനിമയിൽ അവസരം നൽകാമെന്ന് അയാൾ പറയുന്നു. അതിനുശേഷം ഈ യുവതി സ്വന്തം നിലയിൽ ഷൂട്ടിംഗ് സംഘം താമസിക്കുന്നിടത്ത് തന്നെ മുറിയെടുത്തു. മൻസൂർ റഷീദ് മുറിയിലെത്തി കുടിക്കാൻ അവർക്ക് കോള കൊടുക്കുന്നു. ഇതിനുശേഷം തനിക്ക് ബോധം നഷ്ടപ്പെട്ടുവെന്നും പിന്നീട് ബോധം വന്നപ്പോൾ താൻ പീഡിപ്പിക്കപ്പെട്ടുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. പൂർണ്ണ നഗ്നയായ അവസ്ഥയിലായിരുന്നു താൻ ബോധമുണർന്നപ്പോൾ. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിവരമറിയിച്ചു. വീട്ടിലേക്ക് പോയി. പിന്നീട് രാവിലെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ ഈ നടിയുടെ നഗ്നചിത്രം അവർക്ക് അയച്ചു കൊടുത്തു. പണം ആവശ്യപ്പെട്ടു. പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഹൈദരാബാദിൽ ഹച്ചിബൗളി സ്റ്റേഷനിൽ ബലാത്സംഗത്തിന് കേസെടുത്തു. എന്നിട്ടൊന്നും പൃഥ്വിരാജും മോഹൻലാലും ഇക്കാര്യം അറിഞ്ഞില്ല എന്ന് വേണോ കേരളം ധരിക്കാൻ? പിന്നീട് ഈ ചിത്രം കാണിച്ച് പലപ്പോഴായി പണം മൻസൂർ പണം വാങ്ങിയെന്നതാണ് പരാതി. അറസ്റ്റ് ചെയ്യാൻ പോലീസ് കൊല്ലം കടക്കലിലെ പ്രതിയുടെ വീട്ടിലെത്തിയെങ്കിലും അയാൾ ഒളിവിൽ പോയി. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് മൻസൂർ രക്ഷപ്പെട്ടത്. 2021 ഈ സംഭവം തങ്ങളാരും അറിഞ്ഞില്ല എന്ന് ഭാവിക്കുകയാണ് ഇപ്പോൾ പൃഥ്വിരാജും മോഹൻലാലും. ഇതിനൊക്കെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ പ്രമുഖർക്കില്ലേ എന്ന് കേരളം തിരികെ ചോദിക്കുന്നു. അവിടെയാണ് രാധിക ശരത് കുമാറിൻ്റെ വെളിപ്പെടുത്തലും വൈശാലി നായിക സുപർണയുടെ വെളിപ്പെടുത്തലുമൊക്കെ കൂടുതൽ ഗൗരവത്തോടെ നമ്മൾ കാണാൻ. കേരളം ലൈംഗിക വൈകൃതങ്ങളുടെ നാടായി എന്ന് പറയേണ്ടി വരും. ഇവിടെയാണ് നമ്മൾ സിനിമാ സെറ്റുകളിൽ നടക്കുന്ന ഇത്തരം മൃഗീയ ലൈംഗിക ചൂഷണങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.